നീ ചെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നേ. ഈ അമ്മയ്ക്ക് തീരെയും ബുദ്ധിയില്ലാതായി പോയല്ലോ. എന്റെ അമ്മേ, പച്ചക്കറിയിലെല്ലാം വിഷമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ എന്നെ വിട്ട് വിഷം വാങ്ങിപ്പിക്കുന്നത്? ഞാൻ പോവില്ല. അത് ശരിയാ, വിഷമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാലേ വിശക്കുന്നോന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ചെന്ന് വാങ്ങിച്ചു വാ. വാങ്ങിച്ചോണ്ട് വാടാ. വാങ്ങിച്ചോണ്ട് വരാതെ പിന്നെ വാങ്ങിച്ചോണ്ട് അതുവഴി ഞാൻ പോവാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ ടിന്റുമോൻ തലകറങ്ങി വീണല്ലോ. എടുക്ക്, വേഗം ആശുപത്രിയിൽ എത്തിക്ക്. ആരെയും കാണുന്നില്ലല്ലോ, എന്താപ്പ ചെയ്യാ? അതെ, നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു ചെറുക്കൻ സ്വന്തം കടയിൽ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ടും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ആളുകൾ വരുന്നത് നോക്കി ഇരിക്കുകയാണോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ. ബോധം കെട്ട് കിടക്കുന്ന നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ. ഇതെന്ത് ബോധക്കേടാ? എന്റെ ചേട്ടാ, ഞാൻ അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ബോധം തീരെയില്ല. വിശ്വസിക്കൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഇടയ്ക്ക് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിനാ വരിക. സൈക്കിളിനോ? എടാ, ഈ തലചുറ്റൽ ഇടയ്ക്കിടെ വരാറുണ്ടോന്ന്? ഇല്ല, ഇന്ന് ആദ്യമായിട്ടാ. വൈറ്റമിൻസിന്റെ കുറവാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കണം, അപ്പൊ ബോധക്കേട് വരില്ല. എന്റെ പൊന്നു ഡോക്ടറെ, പച്ചക്കറിയുടെ വില കേട്ടപ്പോഴാ എന്റെ ബോധം പോയത്.